എന്ത് പറ്റി കൊറേ കാലമായാലും ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കാര്യമുള്ളപ്പോ വന്നാ മതിയല്ല. എന്താ ഇപ്പൊ കാര്യം? ഞാൻ സിനിമയിലോട്ട് ഇറങ്ങിയപ്പോ അതിലേറെ വിമർശനം കൊള്ളുന്ന ഒരാളാണ്. സ്വാഭാവികം. ഈ സിനിമ കഴിയുമ്പോ ഈ ട്രോളുകളെല്ലാം സൈലന്റ് ആവും. അംഗമട്ടഹാസം കണ്ടു കഴിഞ്ഞ് അന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ അന്ന് ഞാൻ എന്നെ തന്നെ ഒരു ആക്ടറായിട്ട് ക്ലെയിം ചെയ്യും. ഓ, അതൊക്കെ നിനക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? അല്പ സ്വല്പമൊക്കെ ബുദ്ധിമുട്ടാതെ കാര്യങ്ങൾ നടക്കുവോ? ബുദ്ധിമുട്ടണ്ട. വേണ്ടല്ലേ? വേണ്ട. എത്ര ആൾക്കാർ മാധവ് സുരേഷ് അവൻ ബെറ്റർ ആവാൻ പോകുന്ന ഒരു ആക്ടറാണ്, അവൻ സൂപ്പർ സ്റ്റാറിന്റെ പൊട്ടൻഷ്യൽ ഉള്ള ആക്ടറാണ്, ഇങ്ങനെ എല്ലാം പറയുന്നുണ്ട്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. ഹോപ്പ്ഫുള്ളി ഇപ്പൊ അംഗവട്ടഹാസത്തിലൂടെ എങ്കിൽ അതിലൂടെ തന്നെ എനിക്ക് കോൺഫിഡൻസ്. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ഞാൻ പറയും. മാധവന്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ഏതാണെന്ന് തോന്നുന്നു? ശബ്ദത്തിനെ കുറിച്ച് പറയാറുണ്ട്. ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. സോഷ്യൽ മീഡിയയിൽ മറുപടി കൊടുക്കുന്ന ആളാണ്. ഒരു പക്ഷെ അച്ഛനും ചേട്ടനും പാവമായിരിക്കും ബ്രോ, പക്ഷെ ഞാൻ കുറച്ച് വിഷയമാണ് എനിക്ക് പറയാറുണ്ട് പലപ്പോഴും. അങ്ങനെയൊന്നും പറയരുതായിരുന്നു, മോശമായിപ്പോയി. ഞാൻ ആരാണെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി. താൻ ആരാണെന്ന് തനിക്കറിയാൻ മേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. എന്തിനാടാ കൊന്നിട്ട്? പോടേ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.